ഗുരുവായൂർ ക്ഷേത്രത്തിൽ 3 വിഗ്രഹങ്ങളുണ്ട് എന്ന കാര്യം അറിയാമോ? പാതാളാഞ്ജനത്തിൽ തീർത്ത മൂലവിഗ്രഹം മാത്രമല്ല, സ്വർണത്തിലും വെള്ളിയിലും നിർമ്മിച്ച വേറെയും 2 വിഗ്രഹങ്ങൾ കൂടി ഇവിടെ കാണാം. ഇതിൽ സ്വർണ വിഗ്രഹം പുതിയതും വെള്ളി കൊണ്ടുള്ളത് പഴയതുമാണ്. ശീവേലിക്കും മറ്റും എഴുന്നള്ളിക്കുവാനാണ് വെള്ളി വിഗ്രഹം ഉപയോഗിക്കുന്നത്. സ്വർണ വിഗ്രഹം എഴുന്നള്ളിക്കുന്നത് ഉത്സവ സമയത്തു മാത്രമാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യമാണ് ഇവിടുത്തെ തുറക്കാ അറയും നൃത്തപ്പുരയും. ഒരിക്കലും തുറക്കാത്ത ഒരു അറ തന്നെയാണ് ഇവിടുത്തെ തുറക്കാ അറ. തിടപ്പള്ളിക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ശ്രീകൃഷ്ണൻ്റെ മയിൽപ്പീലി പോലുള്ള കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഈ അറയ്ക്ക് നാഗങ്ങളുടെ കാവൽ ഉണ്ടെന്നാണ് ഇവിടുത്തെ വിശ്വാസം. വില്ലുമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട ചരിത്രമാണ് നൃത്തപ്പുരയ്ക്കുള്ളത്. അദ്ദേഹത്തിന് ശ്രീകൃഷ്ണൻ്റെ നൃത്തം കാണുവാൻ കഴിഞ്ഞത് ഇവിടെ വച്ചാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കന്നി കുംഭം മാസങ്ങളിലെ മകം നക്ഷത്ര ദിവസത്തിലെ ശ്രാദ്ധ ചടങ്ങുകൾ നടക്കുന്നത് ഈ നൃത്തപ്പുരയിലാണ്. ഹൈന്ദവ വിശ്വാസങ്ങളും ആചാരങ്ങളും പറയുന്നതിനനുസരിച്ച് ദേവശില്പിയായ ബ്രഹ്മാവാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ശില്പി. എന്തുതന്നെയായാലും ഇതിൻ്റെ നിർമ്മാണത്തിലെ സവിശേഷത എന്നത് വർഷത്തിൽ ഒരു പ്രത്യേക ദിവസം ആദ്യ സൂര്യകിരണങ്ങൾ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിലെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ്. അതായത് വർഷത്തിലെ എല്ലാ വിഷുദിനത്തിലും സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഇങ്ങനെ വിഷ്ണുവിൻ്റെ കാൽക്കൽ പതിയും. വിഷു ദിവസത്തിൽ സൂര്യൻ മഹാവിഷ്ണുദേവന് വന്ദനം നൽകുന്നു എന്നാണ് വിശ്വാസം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആശ്രയ കേന്ദ്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. ഓരോ ദിനത്തിലും നാരായണീയം കേട്ടുണരുന്ന ഭഗവാന്റെ തിരുസന്നിധിയിൽ തങ്ങളുടെ യാചനകളും അർച്ചനകളുമായി വിശ്വാസികൾ നാനാ ദിക്കുകളിൽ നിന്നും എത്തിച്ചേരുന്നു. ആശ്രയിച്ചെത്തുന്നവരെ ചേർത്ത് നിർത്തുന്ന ഉണ്ണിക്കണ്ണൻ ജനകോടികൾക്ക് ആശ്വാസം പകരുന്നവനാണ്. ഗുരുവായൂർ ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ടതായ നിരവധി കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഗുരുവായൂരിന് ആ പേര് ലഭിച്ചതിന് പിന്നിൽ വലിയ ഒരു കഥയുണ്ട്. ബ്രഹ്മാവിന് ആരാധന നടത്തുവാനായി മഹാവിഷ്ണു നിർമ്മിച്ചു നൽകിയതാണത്രേ ഇവിടുത്തെ വിഗ്രഹം. പിന്നീട് പല ആളുകളിലൂടെ കടന്നുപോയി ആ വിഗ്രഹം ഒടുവിൽ ശ്രീകൃഷ്ണൻ്റെ കൈവശം തന്നെ എത്തിച്ചേർന്നു. എന്നാൽ പിന്നീട് കൃഷ്ണൻ്റെ വൈകുണ്ഠാരോഹണത്തിന് ശേഷം ദ്വാരക വെള്ളത്തിനടിയിലായപ്പോൾ ആ വിഗ്രഹം നേരത്തെ പറഞ്ഞേൽപ്പിച്ചതുപോലെ ദേവഗുരുവായ ബൃഹസ്പതിയുടെ കൈവശമെത്തി. അത് അനുയോജ്യമായ ഒരിടത്ത് പ്രതിഷ്ഠിക്കുവാൻ വായുദേവനോടൊപ്പം ബൃഹസ്പതിയും അന്വേഷണത്തിലായി. അങ്ങനെയാണ് ഇപ്പോൾ ക്ഷേത്രമിരിക്കുന്ന ഇടം കണ്ടെത്തിയത്. തുടർന്ന് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തുകയും ദേവശില്പിയായ വിശ്വകർമാവ് ഉചിതമായ രീതിയിൽ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ ഇടമെന്ന നിലയിലാണ് ഇവിടം ഗുരുവായൂർ എന്നറിയപ്പെടുന്നത്. ഗുരുവായൂരിലെ വിഗ്രഹത്തിനും ഏറെ പ്രത്യേകതകളുണ്ട്. അത്യപൂർവവും വിശിഷ്ടവുമായ പാതാള അഞ്ജനം എന്ന ശില കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കോട്ട് ദർശനമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. ഗുരുവായൂരപ്പൻ എന്ന പേരിൽ മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരമായ ശ്രീകൃഷ്ണനെയാണ് ഇവിടെ ആരാധിക്കുന്നത്. വിഷ്ണു 4 കൈകളിൽ പാഞ്ചജന്യം, ശംഖ, സുദർശന ചക്രം, താമര, ഗദ എന്നിവ ധരിച്ചിരിക്കുന്ന രീതിയിലാണ് പ്രതിഷ്ഠ. മഹാക്ഷേത്രങ്ങളുടെ ഗണത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രമുള്ളത്. തിരുമല തിരുപ്പതി വെങ്കടേശ്വര ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, ബദരീനാഥ മഹാവിഷ്ണു ക്ഷേത്രം എന്നിവയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിച്ചേരുന്ന വൈഷ്ണവ ക്ഷേത്രമായി ഗുരുവായൂർ പരിഗണിക്കപ്പെടുന്നു. ഗുരുവായൂരപ്പനെ വിശ്വാസികൾ ഭക്തി വാത്സല്യപൂർവ്വം വിളിക്കുന്നത് ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ എന്നാണ്. അതിനും ഒരു കാരണമുണ്ട്. ശ്രീകൃഷ്ണൻ താൻ അവതാരമെടുത്ത സമയത്ത് അന്ന് കാരാഗൃഹത്തിൽ വച്ച തൻ്റെ മാതാപിതാക്കളായ വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ മഹാവിഷ്ണുവിൻ്റെ രൂപമാണ് ഗുരുവായൂർ വിഗ്രഹത്തിനുള്ളതെന്നാണ് വിശ്വാസം. അതിനാലാണ്
ഉണ്ണിക്കണ്ണനായി ഗുരുവായൂരപ്പനെ കണക്കാക്കുന്നത്. ഗുരുവായൂരിനെ സംബന്ധിച്ച മറ്റൊരു കാര്യം ഗുരുവായൂരപ്പൻ്റെ 12 ഭാവങ്ങളാണ്. 12 സമയത്തും 12 ഭാവങ്ങളുള്ളയാളാണ് ഗുരുവായൂർ ശ്രീകൃഷ്ണൻ. ഓരോ സമയത്തും ആ ഭാവത്തിനനുസരിച്ചുള്ള അലങ്കാരവും ഇവിടെ കാണാം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാന ദിവസങ്ങളിലൊന്നാണ് ഗുരുവായൂർ ഏകാദശി ദിവസം. ഗുരുവായൂരിലെ പ്രതിഷ്ഠാ ദിനമാണ് ഏകാദശി. വൃശ്ചിക മാസത്തിലെ ഏകാദശി ദിനത്തിലാണത്രേ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ നടന്നത്. ഭഗവാൻ ഗീതോപദേശം നൽകിയതും ഈ ദിവസം തന്നെയാണ് എന്നാണ് വിശ്വാസം. ഏകാദശി നാളിൽ 33 കോടി ദേവതകളും വിഷ്ണുവിനോടൊപ്പം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി വരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ആദ്യകാലത്ത് ഇതൊരു ഭഗവതി ക്ഷേത്രമായിരുന്നു. അന്നത്തെ പ്രതിഷ്ഠയാണ് ഇന്ന് ക്ഷേത്ര മതിലിനുള്ളിലെ വടക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പരാശക്തി, വനദുർഗ, ഭദ്രകാളി സങ്കല്പങ്ങളോട് കൂടിയ ഭഗവതി പ്രതിഷ്ഠ. ഇടത്തരികത്തുകാവിലമ്മ എന്ന് വിളിക്കുന്ന ഈ ഭഗവതി ക്ഷേത്രത്തിൻ്റെ സംരക്ഷണ മൂർത്തിയായാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനാൽ ആരാധനയ്ക്ക് പ്രത്യേക പ്രാധാന്യമാണ് ഇവിടെ നൽകി വരുന്നത്.